രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അവിടെ പാർട്ടിക്കാർക്കും നല്ലതാണ്, ബാക്കി ജനങ്ങൾക്കും നല്ലതാണ്, സഖ്യകക്ഷികൾക്കും നല്ലതാണ്, ബാക്കി UDF മറ്റ് പാർട്ടിക്കാർക്കും നല്ലതാണ്. കാരണം പുള്ളിയോട് ഇടപെടാൻ എളുപ്പമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എല്ലാവരും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. പക്ഷേ കഴിഞ്ഞ ഇലക്ഷന് തോറ്റ് പുള്ളി പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയതോടുകൂടി പുള്ളി ഒരു സ്റ്റേച്ചർ പോയി. പുള്ളി സീനിയർ മാത്രമാണ്, പക്ഷേ പവറില്ലാത്തൊരു സീനിയറായിട്ട് പുള്ളി മാറുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എത്ര പേര് പുള്ളിയെ വകവയ്ക്കും, രണ്ടാമത് വീണ്ടും പുള്ളിയെ ലീഡറായിട്ട് അംഗീകരിക്കും എന്നൊക്കെ ഉള്ളതൊരു പ്രശ്നമാണ്. പിന്നീടുള്ളത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ വരുന്നതാണ് UDF ഏറ്റവും നല്ലത്. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ UDF നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് KC വേണുഗോപാലാണ്. കാരണം നമുക്കറിയാം, വേറെ ഒന്നുകൊണ്ടുമില്ല, രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് കമാൻഡ്, ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് മുടിയാൻ ഏറ്റവും വലിയ കാരണം KC വേണുഗോപാലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പവറുള്ള ഒരാളാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ നേതാവാണ് ഇന്ന് KC വേണുഗോപാൽ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതാണ് കോൺഗ്രസ്സിന് നല്ലത്. മുസ്ലിം ലീഗിൻ്റെ ഒരു വല്ലാതൊരു കടന്നുകയറ്റവും മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വവും KC വേണുഗോപാൽ എന്നാൽ ചിലപ്പോൾ കാണില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ചുകൂടെ ശക്തനായ കോൺഗ്രസ് നേതാവാണ് വരുന്നത്. അതുകൊണ്ട് അപ്പം ആ രീതിയിൽ നോക്കിയാൽ KC വേണുഗോപാലാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ആര് വരും എന്നുള്ളത് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനായിരിക്കും. കാരണം ജനങ്ങളല്ല, MLA-മാരാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ MLA-മാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് KC വേണുഗോപാലാവാനാണ് സാധ്യത കൂടുതൽ. കാരണം സ്വാഭാവികം, പുള്ളി ഹൈക്കമാൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയോടായിരിക്കും വിധേയത്വം കൂടുതൽ. കാരണം ഭാവിയിൽ കിട്ടായേക്കുന്ന ഗുണങ്ങൾ നോക്കിയിട്ട് എല്ലാ MLA-മാരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കം. അപ്പോൾ ഏതാവും വന്നാലും മുസ്ലിം ലീഗിൻ്റെ തേർവാഴ്ച ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ 4 MLA-മാർ കൂടുതലുണ്ട് എന്നുള്ളത് കുറച്ച് UDF ശക്തമാകും. ചിലപ്പം പഴയ പോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ VD സതീശനാണ് വരുന്നതെങ്കിൽ 2 കാര്യമായിരിക്കും നടക്കുന്നത്. ഒന്നെങ്കിൽ VD സതീശൻ അവിടെ ഇരുത്തി മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്. 2, VD സതീശനും മുസ്ലിം ലീഗും തമ്മിൽ തെറ്റും. VD സതീശന് ധാർഷ്ട്യം കാരണം VD സതീശനും മുസ്ലിം ലീഗും തമ്മിൽ ഒന്നെങ്കിൽ തെറ്റും, രണ്ടും ഒരേ രീതിയിൽ അടുക്കാൻ പറ്റാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തേർവാഴ്ചയാവും. ഇത് രണ്ടിലൊന്നായിരിക്കും VD സതീശൻ വന്ന് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും KC വേണുഗോപാൽ ആയിരിക്കും എന്ന് തന്നെയാണ്.